ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ജീവിക്കുന്ന ഇടം കൂടിയാണ്. സ്വാഭാവികമായും അവിടുത്തെ ഓരോ വാർത്തയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ജമാലുദ്ദീൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് ദുബായിൽ നിന്ന്. നോക്കാം ഗൾഫ് രാജ്യങ്ങൾ ഇന്നലെ രാത്രി കടന്നുപോയത് എങ്ങനെയാണെന്ന്. ജമാൽ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഇന്നലത്തെ ഒരു സാഹചര്യം? എന്തെങ്കിലും തരത്തിലുള്ള ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് നീക്കങ്ങൾ, ഇറാന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത് ഇന്നലെ? മനു, ഇന്നലെ ചില നീക്കങ്ങൾ സൗദിക്ക് നേരെ, അതുപോലെ ബഹ്റൈന് നേരെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. UAE നേരെ ചില ഡ്രോൺ ആക്രമണങ്ങൾ. പക്ഷേ ഇന്നലെ ബഹ്റൈനിലെ ഒരു സായുധ സേനാംഗം മരിക്കുകയും ചെയ്തിരുന്നു. കാരണം മിസൈൽ ആക്രമണത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ബഹ്റൈനിലെ സായുധ സേനാംഗം മരിച്ചത്. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണം, ഇറാന്റെ ആക്രമണം തുടരുന്നു എന്ന് തന്നെയാണ് ഈ മേഖലയെ കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഏതാണ്ട് 26ാമത്തെ ദിവസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോഴും ഈ ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ആക്രമണങ്ങൾ തുടരുന്നു എന്നത് ഈ ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന പ്രവാസികളെ ആകെ ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകും എന്ന ഒരു ഭീതി ഗൾഫ് മേഖലയെ ഇപ്പോഴും ബാധിക്കുന്നു. നേരത്തെ ജനവാസ കേന്ദ്രങ്ങളൊക്കെ തന്നെയായിരുന്നു ഇറാൻ ലക്ഷ്യമിട്ടുന്നത്. പക്ഷെ ഇപ്പോൾ ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ സുപ്രധാന കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. പ്രധാനമായും ചില ഈ ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ കുവൈത്തിലെ വൈദ്യുത കേന്ദ്രങ്ങൾക്ക് നേരെ, വൈദ്യുത വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. 7 കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. കുവൈത്തിൽ ചില സ്ഥലങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇത്തരത്തിൽ ഗൾഫ് മേഖലയെ ഇപ്പോഴും ഭീതിയിലാക്കുന്ന തരത്തിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമേരിക്കയുടെ നിരവധിയായ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലയിൽ ഉടനീളമുണ്ട്. ഈ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആദ്യം ആക്രമണം നടത്തിയിരുന്നത്. ഗൾഫ് മേഖലയിലെ ആക്രമണം നടത്തി അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക, യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള പ്രത്യാക്രമണമായി ഗൾഫ് മേഖലയെ ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ നയം. അതിൽ ഇറാൻ ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ഗൾഫ് രാഷ്ട്രങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജമാൽ. അതായത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമേരിക്കൻ സൈനിക ബേസുകൾക്ക് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ അനുമതി കൊടുത്തത്, അവിടെ അതൊക്കെ നിർമ്മിക്കാൻ അനുമതി കൊടുത്തത്. പക്ഷേ ആ ബേസുകളിലേക്ക് ഈ ശക്തമായ അക്രമം അല്ലെങ്കിൽ പ്രതിരോധം തിരിച്ചടി വന്നതോടുകൂടി ഇപ്പോൾ എങ്ങനെയും യുദ്ധം അവസാനിപ്പിച്ച് പോകണം, അതിന് അമേരിക്ക മുൻകൈ എടുക്കണം എന്ന വലിയ സമ്മർദ്ദമാണോ ഗൾഫ് രാജ്യങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ ഇറാന്റെ തന്ത്രം ജനവാസ മേഖലകളിലേക്കല്ല പ്രതിരോധം തീർക്കേണ്ടത്, മറിച്ച് അവരുടെ സാമ്പത്തിക മേഖലകളിലേക്കാണ് ലക്ഷ്യമിടേണ്ടത് എന്ന തന്ത്രവും ഇപ്പോൾ വിജയം കാണുന്നു എന്നതാണോ ഈ സമ്മർദ്ദങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഗൾഫ് മേഖലയിലാണ് ഒരുപക്ഷെ ഈ ഇറാന്റെ ഈ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലെ സാമൂഹ്യ മേഖലയിൽ കടുത്ത ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തുള്ള സാമ്പത്തിക മേഖലകളിലൊക്കെ തന്നെയും വലിയ പ്രയാസം ഉണ്ടാകുന്നത്. കാരണം ജോലി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പല മേഖലകളിലുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട അവസ്ഥ നമുക്ക് തന്നെ നേരിട്ടറിയാവുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, അതുപോലെ എണ്ണ റിഫൈനറികളെ ആക്രമിക്കുന്നു, ഓയിൽ സംഭരണ കേന്ദ്രങ്ങളെ, ഫുജൈറിലടക്കം ഓയിൽ സംഭരണ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കുന്നു. ഇത്തരത്തിൽ ഗൾഫിലെ ഈ ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന വഴി കൂടുതൽ ഗൾഫ് രാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രമാണ് തുടക്കം മുതൽ തന്നെ ഇറാൻ പ്രയോഗിക്കുന്നത്. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്തരത്തിലേക്ക് അമേരിക്കയ്ക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു സാഹചര്യം ഈ ഇറാൻ സൃഷ്ടിച്ചു. അതിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോഴും അത് ഗൾഫിനെ കാര്യമായി ബാധിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെ അത് ഈ രാജ്യത്ത് താമസിക്കുന്ന ലക്ഷക്കണക്കിന് വന്ന പ്രവാസികളെ ബാധിക്കുന്നു, മലയാളികളെ യുദ്ധം നേരിട്ട് ബാധിക്കുന്നു എന്നാണ് ഏറെ ഉൾപ്പെടെയുള്ള മലയാളികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. നേരത്തെയൊക്കെ യുദ്ധം എന്നതൊക്കെ മലയാളികൾ അല്ലെങ്കിൽ കേട്ടുകേൾവി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിട്ട് അനുഭവിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രവാസി മലയാളികൾ അത് നേരിട്ട് അനുഭവിക്കുന്നു. ഒപ്പം തന്നെ പ്രവാസി മലയാളികൾ ഇത് അനുഭവിക്കുമ്പോൾ നാട്ടിലെ ലക്ഷക്കണക്കിന് അവരുടെ കുടുംബങ്ങൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നു നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം. അത്തരത്തിൽ വരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഏതായാലും ഇത് ഗൾഫിന്റെ സാമ്പത്തിക മേഖലയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വ്യോമഗതാഗതത്തെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള
വ്യോമഗതാഗതത്തെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. പരിമിതമായ സർവീസുകൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അത് പൂർണ്ണ തോതിലേക്ക് വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഈ ടിക്കറ്റുകൾക്ക് തന്നെയും വലിയ നിരക്കാണ് ഇപ്പോഴും നൽകേണ്ടി വരുന്നത്. 50,000 രൂപക്കടുത്ത് വൺ വേ ടിക്കറ്റ് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഈ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ യാത്ര മുടങ്ങുന്ന ഒരു സാഹചര്യം പോലും ഗൾഫ് മേഖലയിലുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു ജമാൽ. ജമാലാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്, സാമ്പത്തികമായ പ്രതിസന്ധി. ഒപ്പം തന്നെ ഏത് നിമിഷവും എന്തെങ്കിലും സംഭവിക്കാം എന്ന ഭീതിയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ മാനസികാവസ്ഥയൊന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്കുണ്ട്. അതിനിടയിലാണ് വിമാന കമ്പനികളുടെ വലിയ ചൂഷണം നടക്കുന്നത്. അവർ കിട്ടിയ അവസരം മുതലാക്കുന്നു. കാരണം വലിയ തോതിൽ വിമാന ടിക്കറ്റുകൾ ഉയർത്തുന്നു. ഇപ്പോൾ ജമാൽ പറഞ്ഞതനുസരിച്ച് 50,000, 60,000 രൂപ വരെ ഒരു ഭാഗത്തേക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. അതിൽ ഇടപെടേണ്ട കേന്ദ്ര സർക്കാർ ആകട്ടെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പോൾ വിമാന കമ്പനികളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ക്രൂഡ് ഓയിൽ കിട്ടാത്തതുകൊണ്ട് വിമാന ഇന്ധനങ്ങളും അതിനും വലിയ ദൗർലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്കും വിമാന ഇന്ധനത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. സ്വാഭാവികമായും അവരത് യാത്രക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കും. കാരണം ലാഭം മാത്രമാണല്ലോ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനെ പല തലത്തിൽ പല ഘട്ടങ്ങളായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.